റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് തന്നെ ദിമിത്രി പെസ്കോവ് പറഞ്ഞതേ റഷ്യയുമായി ഇപ്പോൾ മറ്റൊരു രാജ്യവുമായി ഇന്ത്യ ഡീലിൽ ഏർപ്പെടുന്നത് അത് റഷ്യയുമായുള്ള ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. അത് റഷ്യയെ ഉന്നം വച്ചുള്ള ഒരു നീക്കമല്ലെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുകയാണ്. ഇന്ത്യയിൽ നിന്ന് അതിനൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. അത് വരാത്തതിനുള്ള കാരണം എപ്പോഴും അത് ഇന്ത്യയിലെ ഇതുവരെയുള്ള കരാറുകളുടെ രൂപം എടുത്തു നോക്കിയാലും ഏതൊരു കരാറിൽ ഈ രാജ്യം ഒപ്പിട്ടാലും ആ ഒപ്പിട്ട കരാറിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് സംയുക്ത പ്രസ്താവനയിലൂടെയാണ്. ആ സംയുക്ത പ്രസ്താവനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും ഒരു നിലപാട്. പിന്നെ രണ്ടാമത്തെ കാര്യം എം നരവനെയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എം നരവനെ വിഷയത്തിൽ പ്രധാനമന്ത്രി കരാറിൽ ഇപ്പോഴത്തെ ഈ ഇന്ത്യ US ഡീലിൽ എന്തെങ്കിലും പറഞ്ഞാലും നരവനയിലെ കാര്യത്തിൽ വാ തുറക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അതൊരു ചട്ടലംഘനമായിട്ട് കൊണ്ടുവന്ന ഒരു സാധനം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യപ്രകാരം കൊണ്ടുവന്ന സാധനം. കാരണം ഒരു നയപ്രഖ്യാപന പ്രസംഗം അതിൽ രാഷ്ട്രപതിക്ക് നന്ദി പ്രമേയം ചർച്ച എടുക്കുന്ന ഒരു സമയത്ത് ഈ ബജറ്റിലെ എന്തോരം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതൊന്നും സംസാരിക്കാതെ ആ വിഷയങ്ങളൊന്നും പറയാതെ ഇവിടെ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനശബ്ദമായിട്ട് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് പ്രതിപക്ഷം. അങ്ങനെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന ഈ ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന ഈ ബജറ്റിൽ അതൊന്നും സംസാരിക്കാൻ എടുക്കാതെ അച്ചടിക്കാത്ത ഒരു പുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വരുന്നത്. ആ സഭയെ അലങ്കോലമാക്കുന്നത്. അതിനെന്തിനാണ് പ്രധാനമന്ത്രി മറുപടി പറയുന്നത്? നരവനയ്ക്ക് പ്രശ്നമില്ല, കേന്ദ്ര സർക്കാരിൽ വേറെ ആർക്കും പ്രശ്നമില്ല, ഇതൊരു വിവാദമായിട്ട് ഉയർന്നു വന്നിട്ട് അതൊരു നിയമ നടപടിയില്ല, ഒന്നുമില്ല. അതിനാകെ പ്രശ്നമുള്ള രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും മാത്രമാണ്. പ്രതിപക്ഷത്തിനും പൂർണ്ണത്തിൽ എല്ലാവർക്കും അതിൽ പ്രതിഷേധത്തിന്റെ പങ്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് രാജ്യസഭയിൽ എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകണം? അതിനൊരു ആവശ്യമില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ നിലപാട്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയങ്ങളിലൊന്നും മറുപടി നൽകുമെന്ന് ഞാൻ നേരത്തെയും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ നടപടികൾ മുന്നോട്ട് പോയത്.